ഹലോ ഫ്രണ്ട്സ്, ആജ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കനവ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. ഇതിനാവശ്യമായ ചേരുവകൾ ഞാൻ 1/2 കിലോ കണവയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില, 10-12 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ചില സ്ഥലങ്ങളിൽ കണവേനെ കൂന്തൽ എന്നും പറയാറുണ്ട്. ഞാൻ ഈ കണവ ഉപ്പും മഞ്ഞളും ഇട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. നമുക്ക് ഗ്യാസ് കത്തിച്ച ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ചട്ടി നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ കറിക്കാവട്ടെ, അതേപോലത്തെ സീ ഫുഡ് കറികൾക്കാവട്ടെ, പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചെറിയ ഉള്ളി നല്ലൊരു കറിക്കൊക്കെ നല്ല ടേസ്റ്റ് തരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ എല്ലാവർക്കും അരിയാനുള്ള മടി കൊണ്ട് എല്ലാവരും എളുപ്പത്തിന് വേണ്ടി സവാളയാണ് എടുക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ഉള്ളി ഭയങ്കര ചെറിയ ഉള്ളിയായിരിക്കും അല്ലേ, ചില സമയങ്ങളിൽ വലിയ ഉള്ളിയായിരിക്കും. ഇപ്പോൾ ഈ കണവ റോസ്റ്റിന് നിങ്ങൾക്ക് മുഴുവനായിട്ടും സവാള ഒഴിവാക്കി ഒരു 1/4 കിലോ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സവാള കൂടുതലായിട്ട് ചേർത്താൽ സവാളക്കൊരു മധുരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പകുതി സവാളയും പകുതി ഉള്ളിയും എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് അടുത്ത് ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ഞാനിത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളി ഇഞ്ചിയും എപ്പോഴും നല്ല ക്രഷ് ചെയ്തിട്ടാൽ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണവും ഉണ്ടാവും. നമ്മൾ അരിഞ്ഞിടണേക്കാളും നല്ലത് എപ്പോഴും ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. മീറ്റ് മസാലക്ക് പകരം ഗരം മസാലയും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മീറ്റ് മസാല ചേർക്കുന്നത്. അതിൻ്റെയും പച്ചമണം വരുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റാം.
ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. നമ്മുടെ സവാളയും തക്കാളിയും നല്ലതുപോലെ വെന്ത് വരണം. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് ശേഷം നമ്മുടെ സവാളയും തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവയൊക്കെ നമുക്ക് കുക്കറിലിട്ടപ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കണവ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്, അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കണവ വേവിച്ചപ്പോഴുള്ള കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. വെള്ളമൊക്കെ നല്ലോണം പറ്റി വരണം. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.